ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജാങ്കോ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കണ്ടു. ഓക്കെ, അതിൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ URL പാത്ത് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് URL മാപ്പിങ്സ്, അതായത് നമുക്ക് ഒരു ആപ്ലിക്കേഷനിനകത്ത് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് കാണും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ഇപ്പം നേരത്തെ നമ്മൾ views.py എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിലെ ഒരു ഫയലാണ്. ഇതിനകത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 10 ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചു ഈ ഒരു പേജിനകത്ത്. അപ്പോൾ നമ്മൾ ഈ 10 ഫംഗ്ഷൻസിൽ നമ്മൾ URLസിനകത്ത് നമ്മൾ 10 എണ്ണം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് 10 പാത്തായിരിക്കും നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. പക്ഷേ ഒരു ആപ്ലിക്കേഷനൊക്കെ ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരും. പക്ഷെ അത് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ റിയൽ പ്രോജക്ട്സിൽ നമ്മൾ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മളൊരു URLs എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ഫയൽസ് നമ്മൾ ഈ മെയിൻ URL, അതായത് പ്രോജക്റ്റിൻ്റെ URLs ഫയലിനകത്ത് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ഫ്രം django.conf.urls. okay, urls import include. ഓക്കെ, ഇൻക്ലൂഡ്. അപ്പം നമ്മളിവിടെ സാമ്പിൾ എന്ന് പകരം നമ്മൾ വേറെ പേരുണ്ടോ, ഫസ്റ്റ് ആപ്പ്, നമ്മുടെ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റിൻ്റെ പേര് ഫസ്റ്റ് ആപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ views.index മാറ്റിയിട്ട് നമ്മളിവിടെ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഇൻക്ലൂഡിനകത്ത് നമ്മളിവിടെ എന്ത് ചെയ്യും, ഫസ്റ്റ് ആപ്പ്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇതിൻ്റെ പേര് .urls എന്ന് പറഞ്ഞൊരു ഫയല്, ആ ഫയലിനകത്ത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആപ്പിൻ്റെ ആപ്ലിക്കേഷനകത്ത് കയറുമ്പോൾ നമുക്ക് URLs ഫയലില്ല. സോ നമ്മളത് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, urls.py നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ സെയിം സാധനം തന്നെ നമ്മൾ ജസ്റ്റ് നമ്മൾ തൽക്കാലം നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇത് മാത്രം. തൽക്കാലം എഡിറ്റ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ views.index. ഓക്കെ, ഇപ്പോൾ views.index നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ URLs ഫയല്. ഈ URLs ഫയലാണ് നമ്മൾ മെയിൻ പ്രോജക്റ്റിൻ്റെ URLസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് ഡീഫോൾട്ട് empty string ആകുമ്പോൾ നമുക്ക് പേജ് നോട്ട് ഫൗണ്ട് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 URL കോൺഫിഗറേഷൻ ആണ്, അഡ്മിന് ഫസ്റ്റ് ആപ്പ്. ഇവിടെ ഫസ്റ്റ് ആപ്പാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്, /first app. ഓക്കെ, ഫസ്റ്റ് ആപ്പിനകത്ത് views.index didn't match any of this. നമ്മൾ ഇതിനകത്ത് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ആപ്പ് നമുക്കിവിടെ ഓക്കെ. സോ നമ്മളിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഹലോ വേൾഡ്. ഓക്കെ, സോ
സോ ഫസ്റ്റ് ആപ്പ് ഇവിടെ സ്ലാഷ് ഇടണം, സ്ലാഷ് മാൻഡറ്ററി ആണ്. പിന്നെ ഇവിടെ empty string ആണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പാത്ത് എന്ന് പറഞ്ഞ് വെക്കുകയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആപ്പ് ഇങ്ങനെയൊരു സംഭവം ഇല്ലെന്നാണ്. ഓക്കെ, ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് URL കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഹലോ വേൾഡ്. അപ്പോൾ ഇനി കുറച്ച് ഇത് HTTP റെസ്പോൺസ് ആണ്. നമുക്കിവിടെ ഒരു HTML ആയിട്ട് തന്നെ കൊടുക്കാം. H1 ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഇപ്പം നമുക്ക് ആപ്ലിക്കേഷൻ, നമുക്കിപ്പോൾ ഒരു മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ഓരോ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഈ ഒരു URLs എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ മെയിൻ പ്രോജക്റ്റിൻ്റെ URLസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അതാകുമ്പോൾ പിന്നെ നമുക്ക് ഇത്രയും സ്പേസ് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, സോ ഈ ഇപ്പം നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷനകത്ത് നമുക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ടോ, എത്ര റിക്വസ്റ്റ് റെസ്പോൺസ് ഉള്ള ഫങ്ഷൻസ് ഉണ്ടോ അത്രയും നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ URLസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. URL മാപ്പിംഗ് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻസിൻ്റെ, ജാങ്കോ ആപ്ലിക്കേഷൻസിൻ്റെ മാപ്പിംഗ് എങ്ങനെയാണ്. സോ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ.